ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം December 2019 ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് പാർട്ട് ബി സോൾവ് ചെയ്യാൻ തന്ന ക്വസ്റ്റ്യനാണിത്. അപ്പോൾ നിങ്ങളിപ്പോൾ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ പാർട്ട് ബി സോൾവ് ചെയ്തല്ലോ. അപ്പോൾ ഈ തേർഡ് മൊഡ്യൂൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, തേർഡ് മൊഡ്യൂളിൽ മിക്കവാറും ന്യൂമറിക്കൽ പ്രോബ്ലം വന്നേക്കുന്നത് മോസ്റ്റ് എഫിഷ്യൻറ്റ് ട്രപ്പിസോറിയൽ സെക്ഷൻ്റെ കേസിലാണ്. അപ്പോൾ അതെന്തായാലും പഠിക്കണം. മോസ്റ്റ് എഫിഷ്യൻറ്റ് ട്രപ്പിസോറിയൽ സെക്ഷൻ്റെ ഡെറിവേഷനും അതിൻ്റെ കണ്ടീഷൻസൊക്കെ. അപ്പോൾ ഞാൻ തേർഡ് മൊഡ്യൂളിൻ്റെ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഒരു ഫോട്ടോ ആയിട്ട്. അപ്പോൾ അതിലത്തെ ഇക്വേഷനൊക്കെ എന്തായാലും എല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ. അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും 3 നമുക്ക് ട്രപ്പിസോറിയൽ സെക്ഷൻ്റെ മോസ്റ്റ് എഫിഷ്യൻറ്റ് സെക്ഷനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. അതിൻ്റെ മുന്നേ ഷെസീസ് ഇക്വേഷൻ്റെ ഡെറിവേഷനാണ് ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൻ്റെ നോട്ട് ഞാൻ ഇടാം. നമ്മൾ ഓൾറെഡി ഉണ്ട് നമ്മളെ കയ്യിൽ നോട്ട്, എന്നാലും ഞാൻ വെറുതെ നിങ്ങൾക്ക് ഇട്ട് തരാം ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പോൾ അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചാനൽ തന്നിട്ടുണ്ട്. അതിലൂടെയുള്ള ഡിസ്ചാർജ് 10 m³/s ആണ് തന്നിട്ടുണ്ട്. ആൻഡ് ദ ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് അറ്റ് എ വെലോസിറ്റി 1.25 m/s. ഇങ്ങനെയാണെങ്കിൽ ഈ ഫ്ലൂയിഡിന് ഫ്ലോ ചെയ്യാനുള്ള ഒരു മോസ്റ്റ് എഫിഷ്യൻറ്റ് റെക്ടാങ്കുലർ സെക്ഷൻ്റെ ഡയമെൻഷനും മോസ്റ്റ് എഫിഷ്യൻറ്റ് ട്രപ്പിസോറിയൽ സെക്ഷൻ്റെ ഡയമെൻഷനും കാണാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ ഒരു സെക്ഷൻ്റെ ഡയമെൻഷൻ കാണുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിഡ്ത്ത്, ഈ ഫിഗറിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, വിഡ്ത്തും ആ ഫ്ലോയുടെ ഡെപ്ത്തും കാണാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ മോസ്റ്റ് എക്കണോമിക് സെക്ഷൻ്റെ ഡയമെൻഷൻ കാണാനാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നിങ്ങൾ ഉടനെ ആദ്യം നമ്മളോട് പറഞ്ഞത് ഒരു മോസ്റ്റ് എക്കണോമിക് റെക്ടാങ്കുലർ സെക്ഷൻ്റെ ഡയമെൻഷൻ കാണാനാണ്. അപ്പോൾ ഉടനെ നമ്മൾ എന്ത് എഴുതി വെക്കണം? മോസ്റ്റ് എഫിഷ്യൻറ്റ് റെക്ടാങ്കുലർ സെക്ഷൻ്റെ കണ്ടീഷൻസ് എഴുതി വെക്കണം. എന്തൊക്കെയാണ് മോസ്റ്റ് എക്കണോമിക് റെക്ടാങ്കുലർ സെക്ഷൻ്റെ കണ്ടീഷൻ? B = 2y, R = y/2. ഇവിടെ നമുക്ക് R = y/2 യൂസ് ചെയ്യാൻ ഇല്ല. എന്നാലും നിങ്ങൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ നിങ്ങൾക്ക് അറിയുന്ന ആ മോസ്റ്റ് എക്കണോമിക് സെക്ഷൻ്റെ കണ്ടീഷൻ എഴുതി വെക്കുക. B = 2y, R = y/2. ഓക്കെ. ഇനി നമുക്ക് തന്നത് ഡിസ്ചാർജും വെലോസിറ്റിയാണ്. ഡിസ്ചാർജും വെലോസിറ്റിയും കിട്ടിയാൽ നമുക്ക് ഉടനെ ഏരിയയുടെ ഇക്വേഷൻ എഴുതാമല്ലോ. ഏരിയ = Q/V. അപ്പോൾ ഏരിയ = 10/1.25 8m² നമുക്ക് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ മോസ്റ്റ് എക്കണോമിക് റെക്ടാങ്കുലർ സെക്ഷൻ്റെ ബിയും വൈ ആണ് നമുക്ക് കാണാനുള്ളത്. ബിയും വൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്കറിയാം. ഓക്കെ. ഇനി അപ്പോൾ നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ എഴുതി നോക്കാം. ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? റെക്ടാങ്കുലർ സെക്ഷൻ ആകുമ്പോൾ ബോട്ടം വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത്. ആ ക്രോസ് സെക്ഷനിലെ ഏരിയ ആണ് എഴുതേണ്ടത്. ബോട്ടം വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത്. ബി ഇൻറ്റു വൈ ആണ് റെക്ടാങ്കുലർ സെക്ഷൻ്റെ ഏരിയയുടെ ഇക്വേഷൻ. ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 2y ആണ്. അപ്പോൾ ബിക്ക് പകരം നമുക്ക് 2y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2y ഇൻറ്റു y എന്ന് വരും. അപ്പോൾ ഏരിയയുടെ ഇക്വേഷൻ 2y² എന്ന് വരും. ആ 2y² എന്തിന് ഈക്വലാണ്? 8m² ഈക്വലാണ്. അപ്പോൾ നമുക്കത് ഇക്വേറ്റ് ചെയ്താൽ y = 2 എന്ന് കിട്ടും. y 2 ആണെങ്കിൽ b 2 × 2 ആയിരിക്കും, 4 മീറ്റർ. അങ്ങനെയാണ് റെക്ടാങ്കുലർ സെക്ഷൻ്റെ കാര്യം നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഇനി ഇതേ ഡിസ്ചാർജും ഇതേ വെലോസിറ്റിയും ഉള്ള ഒരു ട്രപ്പിസോറിയൽ സെക്ഷൻ മോസ്റ്റ് എക്കണോമിക്കായിട്ട് ഡിസൈൻ ചെയ്യാനാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ ട്രപ്പിസോറിയൽ സെക്ഷൻ ആകുമ്പോൾ ഏരിയ സെയിം തന്നെയാണ്. ഡിസ്ചാർജും വെലോസിറ്റി സെയിം ആകുമ്പോൾ ഏരിയ സെയിം ആയിരിക്കുമല്ലോ. ഏരിയ 8m² തന്നെയാണ്. ട്രപ്പിസോറിയൽ സെക്ഷൻ ആകുമ്പോൾ ബിയും വൈയും കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ട്രപ്പിസോറിയൽ സെക്ഷൻ മോസ്റ്റ് എക്കണോമിക് എന്ന് കണ്ട ഉടനെ നമ്മൾ എന്ത് എഴുതി വെക്കണം? മോസ്റ്റ് എക്കണോമിക് ട്രപ്പിസോറിയൽ സെക്ഷൻ്റെ കണ്ടീഷൻസ് എഴുതി വെക്കണം. എന്തൊക്കെയാണ്? Z = 1/√3. ഈ സെറ്റ് എഴുതുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് സെറ്റ് തന്നിട്ടുണ്ടാവും. അങ്ങനത്തെ കേസിൽ നമുക്ക് മോസ്റ്റ് എക്കണോമിക് സെക്ഷൻ ആണെങ്കിൽ പോലും സെറ്റിന് നമുക്ക് 1/√3 അസ്യൂം ചെയ്യാൻ പറ്റില്ല. അവർ തന്ന വാല്യൂ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. ഇനി ഈ ക്വസ്റ്റ്യനിലൊക്കെ സെറ്റിൻ്റെ വാല്യൂവിനെ പറ്റി ഒരു ഇൻഫോർമേഷനും ഇല്ല. അങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? മോസ്റ്റ് എക്കണോമിക് സെക്ഷൻ ആണെങ്കിൽ Z = 1/√3 എന്ന് അസ്യൂം ചെയ്യാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ സെറ്റ് അസ്യൂം ചെയ്യരുത്. തന്നിട്ടില്ലെങ്കിൽ Z = 1/√3 എന്ന് അസ്യൂം ചെയ്യാം. അതാണ് ഒരു കണ്ടീഷൻ. ദെൻ അടുത്ത കണ്ടീഷൻ B + 2ZY = 2y × √1 + z². ഇങ്ങനെയുള്ള 2 കണ്ടീഷനാണ് നമുക്ക് മോസ്റ്റ് എക്കണോമിക് സെക്ഷനുള്ളത്, ട്രപ്പിസോറിയൽ സെക്ഷനുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമുക്ക് സെറ്റിൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ ഈ രണ്ടാമത്തെ കണ്ടീഷനിൽ B + 2ZY = 2y × √1 + z² എന്നുള്ള കണ്ടീഷനിൽ സെഡിന് 1/√3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ സെഡിന് 1/√3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ ഇക്വേഷനിൽ ബിയും വൈയും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് B = 1.15y എന്ന് എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്താൽ B = 1.15y എന്ന് എഴുതാം. ഇനി അപ്പോൾ B ഇൻ ടേംസ് ഓഫ് y നമുക്ക് കിട്ടിയല്ലോ.
ഇനി നമ്മൾ ഏരിയയുടെ ഇക്വേഷൻ എഴുതുക. ട്രപ്പിസോറൽ സെക്ഷൻ്റെ ഏരിയയുടെ ഇക്വേഷൻ എന്താ? ബി പ്ലസ് സെഡ് വൈ ഇൻറ്റു വൈ. അപ്പോൾ അതിൽ ബി നമുക്ക് എന്താണെന്ന് അറിയാം, 1.15 വൈ ആണെന്നറിയാം, സെഡ് 1/√3 ആണെന്നറിയാം. അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആ ഏരിയേൻ്റെ ഇക്വേഷൻ നമുക്ക് ഏരിയ 8 ആണെന്നറിയാം. അപ്പോൾ ഈ വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 8നോട് ഇക്വേറ്റ് ചെയ്താൽ y ഈസ് ഈക്വൽ ടു 2.15 മീറ്റർ എന്ന് കിട്ടും. ആൻഡ് നമ്മൾ ഓൾറെഡി വൈയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ബി ഈസ് ഈക്വൽ ടു 1.15 വൈ ആണ്. അപ്പോൾ ബി ഈസ് ഈക്വൽ ടു 1.15 ഇൻറ്റു 2.15 ഇസ് ഈക്വൽ ടു 2.483 മീറ്റേഴ്സ് എന്ന് കിട്ടും. അപ്പം ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ജനറൽ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ഏരിയ ഈസ് ഈക്വൽ ടു ക്യൂ ബൈ വി. ദെൻ നമ്മൾ ഏരിയയുടെ ഇക്വേഷൻ എഴുതുന്നു. ഏരിയയുടെ ഇക്വേഷനിൽ ബീനെ നമ്മൾ വൈൻ്റെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആ ബീനെ വൈൻ്റെ ടേംസിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? മോസ്റ്റ് എക്കണോമിക് സെക്ഷൻ്റെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി മെയ് 2019 ക്വസ്റ്റ്യൻ ആണ്. അതിലൊരു തിയറി പാർട്ട് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 4A എന്ന് പറഞ്ഞാൽ മെയ് 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ 3rd മൊഡ്യൂളിലെ ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ 4A ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതിൽ നമ്മളോട് 3 ഡെഫിനിഷനാണ് ചോദിച്ചത്. വെറ്റഡ് പെരിമീറ്റർ, ഹൈഡ്രോളിക് റേഡിയസ് ആൻഡ് ഹൈഡ്രോളിക് ഡെപ്ത്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണ ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ്റെ പെരിമീറ്റർ എന്തായിരിക്കും? ഒരു സൈഡ് വൈ ആണെങ്കിൽ y പ്ലസ് വൈ പ്ലസ് വൈ പ്ലസ് വൈ 4 ആയിരിക്കും സാധാരണ ഒരു റെക്റ്റാങ്കിളിൻ്റെ പെരിമീറ്റർ. ഒരു റെക്റ്റാങ്കുലർ ചാനൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഉണ്ടാവുക? അതിന് 3 സൈഡല്ലേ ഉണ്ടാവുള്ളൂ. 4ാമത്തെ സൈഡ് വാട്ടർ ആയിരിക്കൂലേ? അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ചാനൽ എന്ന് പറഞ്ഞാൽ അതിന് 3 സൈഡേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ 4ാമത്തെ സൈഡ് ഉണ്ടാവില്ല. അപ്പോൾ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ വൈ പ്ലസ് വൈ പ്ലസ് വൈ, ഈ 3 സൈഡാണ് ആഡ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കേസിൽ ഒരു ചാനലൊക്കെ ആവുമ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ, നമ്മളെ ചാനലിനൊരു ബോട്ടം വിഡ്ത്ത് ബി ഉണ്ടാവും, ഡെപ്ത്ത് വൈ ഉണ്ടാവും. അങ്ങനെയാകുമ്പോൾ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 3 സൈഡിൻ്റെ സമ്മ് വൈ പ്ലസ് ബി പ്ലസ് വൈ, അത് ബി പ്ലസ് 2y. അതാണ് വെറ്റഡ് പെരിമീറ്റർ. ഓക്കെ. ഇനി ഹൈഡ്രോളിക് റേഡിയസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ആർ ഈസ് ഈക്വൽ ടു എ ബൈ പി ആണ്. അപ്പോൾ എഴുതുമ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ചാനൽ ആൻഡ് വെറ്റഡ് പെരിമീറ്റർ എന്ന് എഴുതിയാൽ മതി. ദെൻ ഹൈഡ്രോളിക് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എ ബൈ ടി. ഓക്കെ. അപ്പോൾ ഹൈഡ്രോളിക് ഡെപ്തിൻ്റെ ഡെഫിനിഷൻ എഴുതുമ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ ചാനൽ ആൻഡ് ടോപ്പ് വിഡ്ത്ത് ടി. അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ജസ്റ്റ് എങ്ങനെയാണ് അത് എഴുതേണ്ടത്? വെറ്റഡ് പെരിമീറ്ററിൻ്റെ നിങ്ങൾ ആ ഫിഗർ വരക്കുക. ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ ആണെങ്കിൽ ഈ ബി പ്ലസ് 2y ആയിരിക്കും അതിൻ്റെ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ. അപ്പം വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ സെക്ഷൻ്റെ പെരിമീറ്ററിനാണ് നമ്മൾ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറയുന്നതെന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഇനി ഹൈഡ്രോളിക് റേഡിയസ് ആണെങ്കിൽ എ ബൈ പി, ആ റേഷ്യോ എന്താണെന്ന് വേർഡ്സിൽ എഴുതുക. ഹൈഡ്രോളിക് ഡെപ്തിനെ പറ്റി പറയുകയാണെങ്കിൽ എ ബൈ ടി, ആ റേഷ്യോ നമ്മൾ എഴുതി വെക്കുക. ജസ്റ്റ് എ ബൈ ടി എന്ന് എഴുതിയാൽ അവർ മാർക്ക് തരില്ല. ആ റേഷ്യോ ഓഫ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ടോപ്പ് വിഡ്ത്തും തന്നെ എഴുതണം, എന്നാലും മാത്രമേ അതിന് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ. ഇനി ജസ്റ്റ് ഞാൻ തിയറി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അതിൻ്റെ ബി ക്വസ്റ്റ്യനാണ് ന്യൂമറിക്കൽ പ്രോബ്ലം. ഒരു റെക്റ്റാങ്കുലർ സെക്ഷൻ ട്രപ്പിസോറിയൽ സെക്ഷൻ ഉണ്ട്. ട്രപ്പിസോറിയൽ സെക്ഷൻ്റെ ഡിസ്ചാർജ് 150 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ്. ആൻഡ് അതിൻ്റെ ആംഗിൾ 45 ഡിഗ്രി ആണ്. പിന്നെ അതിൻ്റെ സ്ലോപ്പ് 1/1000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബെഡ് സ്ലോപ്പ് 1/1000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1/1000 ആണ് ബെഡ് സ്ലോപ്പ് എങ്കിൽ തന്നെ നമ്മൾ എടുക്കുക 1/1000 ആണ് എന്നാണ്. ഓക്കെ. ഇവിടെ നിങ്ങളൊരു കാര്യം കൺഫ്യൂസ്ഡ് ആവരുത്. നമുക്ക് ട്രപ്പിസോറിയൽ സെക്ഷനൊക്കെ ആകുമ്പോൾ 2 സ്ലോപ്പ് ഉണ്ട്. സൈഡ് സ്ലോപ്പും ഉണ്ട്, ബോട്ടം സ്ലോപ്പ് ഓർ ബെഡ് സ്ലോപ്പും ഉണ്ട്. സൈഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രപ്പിസോറിയൽ സെക്ഷൻ എങ്ങനെയാണ്? 2 സ്ലാൻഡിങ് സൈഡ്സ് ഇല്ലേ? 2 പാരലൽ സൈഡ്സും അതിനെ കണക്ട് ചെയ്യുന്ന 2 സ്ലാൻഡിങ് സൈഡ്സും ഇല്ലേ? അതിൻ്റെ ആ സ്ലാൻഡിങ് സൈഡ്സിൻ്റെ സ്ലോപ്പാണ് എന്ത്? സൈഡ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ബെഡ് സ്ലോപ്പ് ഓർ ബോട്ടം സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എസ് ആണ്. നമ്മുടെ മാനിങ്സ് ഇക്വേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന, ഷെസീസ് ഇക്വേഷനിലൊക്കെ യൂസ് ചെയ്യുന്ന എസ്സിനെയാണ് നമ്മൾ ബോട്ടം സ്ലോപ്പ് ബെഡ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് 1/1000 തന്നത്. അപ്പോൾ 1/1000 തന്നാൽ നമ്മളതിനെ 1/1000 എന്ന് എടുക്കുക. ദെൻ അതിൻ്റെ ഷെസീസ് കോൺസ്റ്റൻറ്റ് സി ഈസ് ഈക്വൽ ടു 50 ആണെന്ന് തന്നിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നമ്മളെ ക്വസ്റ്റ്യൻ മോസ്റ്റ് എഫിഷ്യൻറ്റ് ചാനൽ സെക്ഷൻ്റെ ബിയും വൈയും കണ്ടുപിടിക്കാനാണ്. മോസ്റ്റ് എഫിഷ്യൻറ്റ് ചാനൽ സെക്ഷൻ എന്ന് പറഞ്ഞാലും മോസ്റ്റ് എക്കണോമിക് ചാനൽ സെക്ഷൻ എന്നൊക്കെ പറഞ്ഞാലും സെയിം ആണ്. അപ്പം ഇങ്ങനെ ഒരു ഡിസ്ചാർജ് ക്യാരി ചെയ്യുന്ന ഒരു സെക്ഷൻ മോസ്റ്റ് എഫിഷ്യൻ്റ് ആവണമെങ്കിൽ അതിൻ്റെ ബോട്ടം വിഡ്ത്ത് എന്തായിരിക്കണം, അതിൻ്റെ ഡെപ്ത് ഓഫ് ഫ്ലോ എന്തായിരിക്കണം, ഇതാണ് ക്വസ്റ്റ്യൻ.
ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്ന ഡാറ്റയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഗിവൺ ഡാറ്റയിൽ നിന്ന് തുടങ്ങാം. ഗിവൺ ഡാറ്റയിൽ നമുക്കൊരു തീറ്റ എന്ന് പറയുന്ന ആംഗിൾ തന്നിട്ടുണ്ടല്ലോ അല്ലേ. തീറ്റ ഞാൻ ഇതൊരു മാർക്ക് ചെയ്യാൻ വിട്ടുപോയി. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ നമ്മളെ ഈ സൈഡ് സ്ലോപ്പിൻ്റെ ആംഗിളാണ്. ആ തീറ്റ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിനാണ് തരുന്നതെന്ന് വെച്ചാൽ സെഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമുക്ക് തീറ്റ ആംഗിൾ തരുന്നത്. സെഡിൻ്റെ ഇക്വേഷൻ ടാൻ തീറ്റ എന്നാണ്. അപ്പോൾ സെഡ് ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ, ടാൻ 45 ഈസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ സെഡ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഒരു മോസ്റ്റ് എഫിഷ്യൻറ്റ് സെക്ഷൻ ഓർ മോസ്റ്റ് എക്കണോമിക് സെക്ഷൻ എന്നൊക്കെ കണ്ടാൽ നമ്മൾ ഉടനെ എന്ത് ചെയ്യും, ഈ മോസ്റ്റ് എക്കണോമിക് സെക്ഷൻ്റെ ഇക്വേഷൻ എഴുതി വെക്കും. അപ്പോൾ ഇക്വേഷൻ b+2zy ഈസ് ഈക്വൽ ടു 2y ഇൻറ്റു റൂട്ട് ഓഫ് 1 + z². ഒരു ഇക്വേഷനും കൂടി ഉണ്ടാവും, എന്താണ്, z ഈസ് ഈക്വൽ ടു 1/√3. അതിവിടെ അപ്ലിക്കബിൾ ആണോ? അല്ല. കാരണം എന്താ, നമുക്കിവിടെ സെഡ് കണ്ടുപിടിക്കാനുള്ള പാരാമീറ്റർ തന്നിട്ടുണ്ട്. സെഡിനെ പറ്റി ഒന്നും പറയുന്നില്ലെങ്കിൽ മാത്രമേ നമ്മൾ z ഈസ് ഈക്വൽ ടു 1/√3 എന്ന് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷനേ ഉള്ളൂ, b+2zy ഈസ് ഈക്വൽ ടു 2y റൂട്ട് ഓഫ് 1 + z². അപ്പോൾ ഇതിൽ നമുക്ക് സെഡ് അറിയാലോ. അപ്പോൾ സെഡ് ഈസ് ഈക്വൽ ടു 1 ആണ്. ഈ ഇക്വേഷനിൽ സെഡ് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് b ഈസ് ഈക്വൽ ടു 0.82y എന്ന് കിട്ടും. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ, നമുക്ക് ഡിസ്ചാർജ് തന്നിട്ടുണ്ട് ഇല്ലേ. ഡിസ്ചാർജ് തന്നിട്ടുണ്ട്, എസും സിയും ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ സി തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഷെസീസ് ഇക്വേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഷെസീസ് ഇക്വേഷൻ Q ഈസ് ഈക്വൽ ടു AC√RS ആണ്. R y/2 ആണ്. ഫോർ മോസ്റ്റ് എക്കണോമിക് സെക്ഷൻ R ഈസ് ഈക്വൽ ടു y/2 ആണ്. അപ്പോൾ ഈ ക്യൂവിൻ്റെ ഇക്വേഷനിൽ നമ്മൾ ഏരിയയും ആറും ഒക്കെ വൈൻ്റെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ നമ്മൾ ഏരിയനെ എന്ത് ചെയ്യണം, ആദ്യം വൈൻ്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഏരിയയുടെ ഇക്വേഷൻ എഴുതുക, b+zy ഇൻറ്റു y എന്നാണ് ട്രപ്പിസോറിയൽ സെക്ഷൻ്റെ ഏരിയയുടെ ഇക്വേഷൻ. z 1 ആണ്, b നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 0.82y ആണ്. അപ്പോൾ ഏരിയയുടെ ഇക്വേഷനിൽ b 0.82y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, z 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഏരിയ ഈസ് ഈക്വൽ ടു 1.82y² നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഷെസീസ് ഇക്വേഷൻ എഴുതുകയാണ്. Q ഈസ് ഈക്വൽ ടു AC√RS. Q 150 ആണെന്ന് തന്നിട്ടുണ്ട് നമുക്ക്. എ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 1.82y² ആണ്. അതങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. C 50 ആണ്. ദെൻ റൂട്ട് ഓഫ് ആർ എന്ന് പറഞ്ഞാൽ ഫോർ മോസ്റ്റ് എക്കണോമിക് സെക്ഷൻ R ഈസ് ഈക്വൽ ടു ഹൈഡ്രോളിക് റേഡിയസ് ഈസ് ഈക്വൽ ടു y/2 ആണ്. അപ്പോൾ y/2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. S 1/1000 ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാത്ത ഒരു പാരാമീറ്റർ y ആണ്. കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് y ഈസ് ഈക്വൽ ടു 5.585 മീറ്റേഴ്സ് എന്ന് കിട്ടും. അപ്പോൾ y അത് കിട്ടിയാൽ b കിട്ടാൻ എളുപ്പമാണ്. b ഈസ് ഈക്വൽ ടു 0.82y ആണ്. 0.82 ഇൻറ്റു 5.585, അപ്പോൾ 4.58 മീറ്റർ എന്ന് കിട്ടും b. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാനുണ്ട്, അത് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം.